കണ്ടോ പ്രതാപ, ഋതുമോൾക്കേ ഇപ്പോഴും എന്നോട് മനസ്സിൽ വൈരാഗ്യ. ദീപക്കെന്ന എന്റെ തല തെറിച്ച സന്തതി കാരണേ ഞാൻ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾക്കും അവഗണനകൾക്കും ഒരു അവസാനം ഇല്ലല്ലോ ഭഗവാനെ. ആ നാശം പിടിച്ചവൻ അവൻ തൊലഞ്ഞു പോവും. അവൻ ഈ ഇലക്ഷനിൽ തോറ്റു തുന്നം പാടി എന്റെ മുന്നിൽ വന്ന് നിൽക്കും. നീ കണ്ടോ പ്രതാപ? ആ, അംബിക മാഡം പറഞ്ഞത് ശരിയാവൂലോ. ദേ ഗൗളിയും ചലച്ചു. എന്തിനാ വെറുതെ നല്ലൊരു ദിവസമായിട്ട് അവനെ കുറിച്ച് സംസാരിക്കുന്നേ? ജയവും തോൽവിയൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളല്ലേ, അത് അവര് തീരുമാനിച്ചോളും. അതെ പ്രതാപ. മോനെ, ദാ പ്രസാദം. ഇത് ചേച്ചി നെറ്റി തൊട്ട് തരുന്നതോടെ നിന്റെ എല്ലാ വിഷമങ്ങളും മാറും. ഏയ് അംബിക മാഡം, ഇപ്പൊ തന്നെ വർമ്മ സാറിന്റെ നെറ്റിയില് ചന്ദനം ഉണ്ടല്ലോ. ആ പ്രസാദം സൂക്ഷിച്ചു വെച്ചേക്ക്. പിന്നീട് വർമ്മ സാറിനെ തൊടിയിക്കാം. അതുപോലെ ആ മതി. പക്ഷേ ഇന്ന് തന്നെ തൊടിയിക്കണം. അതുറപ്പല്ലേ? ആ രാജു, എങ്കിൽ നമുക്ക് ഇറങ്ങാം. ആ ഇറങ്ങാം സാർ. ശരി. അച്ഛാ, എന്താ മോളെ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോളെ. ഞാനാട്ടെ. രാജു വാ. ആ ദൈവമേ, എന്റെ മകൻ തന്നെ ജയിക്കണേ. അല്ല, ചേച്ചി ആർക്കാ വോട്ട് ചെയ്യാൻ പോന്നെ? അല്ല, അതെന്ത് ചോദ്യം? ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് പ്രതാപന്. ആ വാറത് മോളെ, ചെറിയമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം.